ഇന്ന് നമ്മുടെ തേർഡ് ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം തേർഡ് ചാപ്റ്റർ ഏതാണ്? ഹൗ മെനി നമ്പേഴ്സ്, എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് തേർഡ് ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഈ ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കാം. ഓക്കെ, സി എ ബോർഡ് അറ്റ് റെയിൽവേ സ്റ്റേഷൻ. ഇറ്റ് ഗിവ്സ് ദ ഡിസ്റ്റൻസ് ഫ്രം എറണാകുളം ടു വേരിയസ് ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ. കുട്ടികളൊക്കെ ഒരു ബോർഡിൽ നോക്കിക്കുന്നത് കാണാം അല്ലേ? ആ ബോർഡിൽ എന്തോ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലുള്ള ബോർഡാണ്. എറണാകുളത്ത് നിന്ന് ഇന്ത്യയിലുള്ള ഓരോ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്കുള്ള സെൻറ്റേഴ്സാണ്, അതിൻ്റെ ദൂരമാണ് ആ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നോക്കാം ഫസ്റ്റ്. അപ്പം നമുക്കറിയാം ഹിൽ പാലസ് ഉണ്ട്, ഗോവ, മൈസൂർ, കന്യാകുമാരി, ഹൈദരാബാദ്, ഫിലിം സിറ്റി, റെഡ് ഫോർട്ട്, താജ്മഹൽ, ഇങ്ങനത്തെ സ്ഥലത്തേക്കുള്ള ഇതാണ് കൊടുത്തിട്ടുള്ളത്. വിച്ച് ഈസ് ദ ഫാദറസ്റ്റ് ടൂറിസ്റ്റ് സെൻറ്റർ? ഏറ്റവും ദൂരമുള്ള ടൂറിസ്റ്റ് സെൻറ്റർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അവിടെ തന്ന ഡിസ്റ്റൻസിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഏതാണോ അതാണ് ഏറ്റവും ദൂരെയുള്ള ടൂറിസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ. ഈ നോക്കൂ, ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഏതാണ്? 11 അല്ല, 2 ഡിജിറ്റ് നമ്പറാണ്. 3 ഡിജിറ്റ് നമ്പർ ഉണ്ട്, 4 ഡിജിറ്റ് നമ്പർ. നമുക്ക് ഡയറക്റ്റ് 4 ഡിജിറ്റ് നമ്പറിലേക്ക് നോക്കാം, അതായിരിക്കും ലാർജസ്റ്റ്. 4 ഡിജിറ്റ് നമ്പറിൽ ഹൈദരാബാദ് ഫിലിം സിറ്റി ഉണ്ട്, റെഡ് ഫോർട്ട് ഉണ്ട്, താജ്മഹൽ ഉണ്ട്. ഇതിൽ 1 സ്റ്റാർട്ട് ചെയ്യുന്നു, അത് സ്മോളസ്റ്റ് ആണ്. രണ്ടാമത്തേൽ 2 സ്റ്റാർട്ട് ചെയ്യുന്നു, ഇതിലും 2 സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ പിന്നെ 2 ആണ് വലുത്. അപ്പോൾ നമുക്ക് ഈ രണ്ടാളെ നോക്കിയാൽ മതി, റെഡ് ഫോർട്ടും താജ്മഹലും നോക്കിയാൽ മതി അല്ലേ? റെഡ് ഫോർട്ടും താജ്മഹലും ഫസ്റ്റ് 2 നമ്പറും 2ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ നമ്പറിലേക്ക് നോക്കുക. റെഡ് ഫോർട്ടിൽ 5ലുമാണ്, താജ്മഹൽ 4ലുമാണ്. 5 ആണ് ലാർജസ്റ്റ്. അപ്പം ഏറ്റവും കൂടുതൽ ഏതിലേക്കും? റെഡ് ഫോർട്ട് ആയിരിക്കും. ഫസ്റ്റ് ആൻസർ ഇസ് റെഡ് ഫോർട്ട്. അപ്പം റെഡ് ഫോർട്ടാണ് നമ്മുടെ ആദ്യത്തെ ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആൻഡ് ദ നിയറസ്റ്റ് ഏതാണ്? നിയറസ്റ്റ് പറഞ്ഞാൽ ഏറ്റവും കുറവ്, അത് ഏതിനാണ്? ഹിൽ പാലസിനാണ്. സോ ഹിൽ പാലസ് ആണ് രണ്ടാമത്തത്. ഇനി അറേഞ്ച് ദിസ് ഇൻ ഓർഡർ ഫ്രം ദ ഫാദറസ്റ്റ് ടു നിയറസ്റ്റ്. ഏറ്റവും കൂടുതൽ, ഫാദറസ്റ്റ് പറഞ്ഞാൽ ദൂരം കൂടിയതാണ്. ദൂരം കൂടിയതിൽ നിന്ന് ഏറ്റവും ദൂരം കുറഞ്ഞതിലേക്ക് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഏറ്റവും ദൂരം കൂടിയത് ഏതാണ്? റെഡ് ഫോർട്ടാണ്. അപ്പോൾ ഒന്നാമത് നമ്മൾ എഴുതേണ്ട റെഡ് ഫോർട്ടാണ്. ഇനി രണ്ടാമത്തെ നോക്കൂ, ഹൈദരാബാദ് ഫിലിം സിറ്റി, താജ്മഹലാണ് 4 ഡിജിറ്റിലുള്ളത്. ആൻഡ് 1 ആണ് ഇവിടെ സ്റ്റാർട്ടിങ്, ഇവിടെ 2 ആണ്. അപ്പോൾ ആരാണ്? താജ്മഹലാണ് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തതോ ഹൈദരാബാദ് ഫിലിം സിറ്റി ആയിരിക്കും. പിന്നെ ഇനി ഇവരെ നോക്കൂ, 3 ഡിജിറ്റായ ഗോവ, മൈസൂർ, കന്യാകുമാരി ആരായിരിക്കും? ഫസ്റ്റത്തെ ലാർജസ്റ്റ് നമ്പർ 7 ആയി വരുന്ന ഗോവയ്ക്കാണ്. സോ ഇതാണ് നാലാമത്തത്. പിന്നെ മൈസൂരുണ്ട്, കന്യാകുമാരി ഉണ്ട്. രണ്ടാളും സ്റ്റാർട്ടിങ് നമ്പർ 3 ആണ്. രണ്ടാമത്തെ നമ്പർ നോക്കൂ, 8ഉം 0 ആണ്. ആരതാണ്? 8 ആണ് വലുത്. സോ മൈസൂർ, പിന്നെ കന്യാകുമാരി, ആൻഡ് അറ്റ് ലാസ്റ്റ് ഹിൽ പാലസ്. ഓക്കെ, അപ്പം ഇതാണ് ഓർഡർ. ഇനി അടുത്ത് നോക്കൂ, ഒരു കാസിലുണ്ട്, പക്ഷേ ഒരു കൊട്ടാരമുണ്ട്. കൊട്ടാരത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എല്ലാ കുട്ടികളും ക്യൂ നിൽക്കാം. ഫസ്റ്റ് നിൽക്കുന്ന കുട്ടി അല്ലേ, ഫസ്റ്റ് സാൻഡ്രയാണ് നിൽക്കുന്നത്. ഓക്കെ, ചിൽഡ്രൻസ് ആർ വെയിറ്റിംഗ് ടു ലൈൻ ഇൻ ടു എൻറ്റർ ദ കാസിൽ. ദർ ആർ ടിക്കറ്റ്സ് ഹാവ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. ഇവർ ഓരോരുത്തരുടെ കയ്യിലും കാസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ്സ് ഉണ്ട്. ഓരോരുത്തരുടെ കയ്യിലും കാസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ്സ് ഉണ്ട്. മിത്ര ഹാസ് ഫസ്റ്റ് ഇൻ ദ ലൈൻ ആൻഡ് ഹർ നമ്പർ ഇസ് 2986. മിത്രയാണ് ഫസ്റ്റത്തെ കുട്ടി ആൻഡ് അവളുടെ കയ്യിലുള്ള ടിക്കറ്റിൻ്റെ നമ്പർ എത്രയാണ്? 2986 ആണ്. ഓക്കെ, പിന്നെ സാൻഡ്ര പറഞ്ഞ കുട്ടി ഒരു ക്യൂവിൽ നിൽക്കുന്നുണ്ട്. സാൻഡ്രേൻ്റെ നമ്പർ 3010 ആണ്. ഓക്കെ, ഫ്രം മിത്ര ടു സാൻഡ്ര ഹൗ മെനി ചിൽഡ്രൻസ് ആർ ഇൻ ദ ലൈൻ? എത്ര കുട്ടികളുണ്ട് മിത്രേൻ്റെയും സാൻഡ്രേൻ്റെയും ഇടയിൽ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, ഇപ്പം ഇവിടെയാണ് മിത്ര, ഇവിടെയാണ് സാൻഡ്ര എങ്കിൽ ഇതിൻ്റെ ഇടയിൽ എത്ര കുട്ടികൾ ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്റ്റ് ചെയ്യണം. എന്ത് വലിയ നമ്പർ ആർക്കാണ്? സാൻഡ്രയ്ക്കാണ്. സോ സാൻഡ്രയിൽ നിന്ന് മിത്രേനെ സബ്ട്രാക്റ്റ് ചെയ്യണം. അപ്പം 3010 മൈനസ് 2986. ഓക്കെ, എന്താണ്? 0 ചെറിയ നമ്പറാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 0 നമുക്ക് 6നെ മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും 1നെ ബോറോ ചെയ്യണം. അപ്പോൾ ഇവിടെ 10 ആവും. ആൻഡ് ഇത് കട്ട് ചെയ്ത് 9 ആവും. ഓക്കെ, 9 ആവും. അല്ല സോറി, ഇവിടെ 0 ആവും. കട്ട് ചെയ്ത് 1ന് കുറഞ്ഞാൽ നമുക്ക് 0 ആണല്ലോ കിട്ടും. അപ്പോൾ 0. അപ്പോൾ നോക്കൂ, 10 6 മടക്കിയാൽ എത്ര കിട്ടും? 10 എടുക്കുക, 6 മടക്കുക. അപ്പം 4 ആണ് ഇവിടെ ആൻസർ. ആൻഡ് വീണ്ടും നോക്കൂ, 0 is the smallest number.
സോ നമ്മൾ ഇവിടെ നിന്ന് ഒന്ന് ക്യാരി ചെയ്യണം. അപ്പോൾ ഇവിടെ 10 ആവും. പക്ഷേ 0ന് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ 9 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, 9 ആയിട്ടാണ് എഴുതേണ്ടത്. 0 നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പം ഇവിടെ എന്ത് എഴുതണം? 9 ആണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി 10 എടുക്കുക, 8 ഫിംഗേഴ്സ് മടക്കുക, അപ്പം 7 ആണ്. ആൻഡ് 9ഉം 9ഉം 0 ആണ്. ഇവിടെ നമ്മൾ 0ലേക്ക് ഒന്ന് കൊടുത്തോണ്ടാണ് ഇവിടെ 9 ആയത്. അപ്പോൾ ഇവിടെയും കട്ട് ചെയ്ത് ഇവിടെയും 2 ആവും ആൻഡ് 0 ആയിരിക്കും. സോ 74 കുട്ടികളുണ്ട് മിത്രേൻ്റെയും സാൻഡ്രേൻ്റെയും ഇടയിൽ. ഈ സബ്ട്രാക്ഷൻ ഒന്നും കൂടി പറഞ്ഞുതരാം. 3 0 1 0 ആണ്. ആൻഡ് -2 9 8 6 ആണ്. ഇതിനെ മൈനസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ 0 ചെറിയ നമ്പറാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ബോറോ ചെയ്യണം. അപ്പോൾ ഇവിടെ 10 ആവും ആൻഡ് ഇവിടെ 0 ആവും. ഓക്കെ, അപ്പോൾ 10ൽ നിന്ന് 6 മടക്കാൻ നമുക്കറിയാം 4 ആണ്. സോ 4 ആണ്. ഇവിടെ വീണ്ടും 0 ആണ് ആൻഡ് 8 ആണ്. 0 ചെറിയ നമ്പറാണ്, നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇവിടുന്ന് ബോറോ കൊടുക്കണം. ഇവിടെ ബോറോ കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരാളെ ബോറോ ചെയ്യും. അപ്പോൾ ഇവിടെ എന്താവും? 10 ആവും ആൻഡ് ഇവിടെ 2 ആവും. ഓക്കെ, പക്ഷേ ഇവിടേക്കാണ് പിന്നെ ഇവിടെ 0 ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരാളെ ബോറോ ചെയ്യണം. അപ്പോൾ ഇവിടെ 10 ആവും ആൻഡ് ഇവിടെ കുറഞ്ഞിട്ട് എന്താവും? 9 ആവും. ഓക്കെ, ഇപ്പോൾ 10 എടുത്തു, 8 മടക്കിയാൽ എന്ത് കിട്ടും? 10 എടുത്തു, 8 മടക്കിയാൽ 2 കിട്ടും. ഓക്കെ, നമ്മളിവിടെ ചെയ്തതിലൊരു ചെറിയ തെറ്റുണ്ട് കേട്ടോ, സോറി. ഇവിടെ 2 ആണ് ആൻസർ വരിക. ഓക്കെ, ആൻഡ് 9ഉം 9ഉം 0 ആണ് ആൻഡ് ഇവിടെ 2ഉം 2ഉം ഇവിടെ 0 ആണ്. അപ്പോൾ 24 സ്റ്റുഡൻസ് ആണ് സാൻഡ്രേൻ്റെയും മിത്രേൻ്റെയും ഇടയിലുള്ളത്. ഇനി വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഇഷാൻ ഹൂ സ്റ്റാൻഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് സാൻഡ്ര? സാൻഡ്രേൻ്റെ മുന്നിൽ നിൽക്കുന്ന ഇഷാൻ്റെ നമ്പർ എത്ര എന്നാണ്. ഓക്കെ, ബാക്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് +1 ആണ് ചെയ്യേണ്ടത്. സാൻഡ്ര എവിടെയാണ്? സാൻഡ്രേൻ്റെ ബാക്കിൽ ഒരാൾ നിൽക്കുന്നത് പറഞ്ഞാൽ നമ്മൾ +1 ആണ് ചെയ്യേണ്ടത്. പക്ഷേ മുന്നിൽ നിന്നായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? -1 ചെയ്യണം. അപ്പോൾ 0 3 0 1 0 -1. 0 ചെറിയ നമ്പറാണ്, ക്യാരി കൊടുക്കുക, ബോറോ ചെയ്യുക. ഇവിടെ അപ്പം 0 ആവും. 10ൽ നിന്ന് 1 മടിക്കാൻ 9 ആണ് ആൻസർ. പിന്നെ ഇവിടെ എന്താ? 0 ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയും 0 ആണ്, നമുക്ക് ബോറോ ചെയ്യാറില്ല. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരാളെ ഇങ്ങോട്ട് കൊടുക്കണം ആൻഡ് ഇവിടെ 10 ആവും, ഇവിടെ 2 ആവും. ആ 10ൽ നിന്ന് നമ്മൾ വീണ്ടും ഇവിടേക്ക് ഒരാളെ കൊടുക്കണം. അപ്പോൾ ഇവിടെ 10 ആവും ആൻഡ് ഇത് വെട്ടി 9 ആവും. അപ്പോൾ എന്താണ് കിട്ടുക? 10 ആണ്. 10ൻ്റെ ഇവിടെ 0 എഴുതി ആൻഡ് ഇവിടെ വീണ്ടും ഇത് കൊടുത്തു. 1 10 എഴുതുമ്പോൾ ഇവിടെ എന്താവും? ബോറായിട്ട് 1 അവിടേക്ക് പോകും. വീണ്ടും 10 ആണ്. ഇവിടെ 10 എഴുതി ആൻഡ് ഇവിടെ 1 കൊടുത്തു. ഇവിടെ ഇപ്പം എന്ത് കിട്ടും? 3 0 0 9 ആയിരിക്കും നമ്പർ. ഓക്കെ, ഇനി റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് ദ ചിൽഡ്രൻ ഇൻ ഫ്രണ്ട് ഓഫ് സാൻഡ്ര ആൻഡ് ഹർ ബാക്ക് 1 വിത്ത് ദ നമ്പർ 3 0 1. സാൻഡ്രേൻ്റെ ബാക്കിലും ഫ്രണ്ടിലും ഉള്ള ആൾക്കാരുടെ നമ്പർ ഏതാണ്? ബാക്കിലുള്ള ആളെ നമ്മൾ കണ്ടുപിടിച്ചു 3 0 0 9 ആണ്. ആൻഡ് ഫ്രണ്ടിൽ പറയുമ്പോൾ നമ്മൾ +1 ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? മുന്നിലുള്ള ആളെന്തായിരിക്കും? 3 0 1 1 ആയിരിക്കും. ഓക്കെ, ഇനി സ്റ്റാർട്ടിംഗ് ഫ്രം ദ നമ്പർ ബിഹൈൻഡ് 3 0 1 0 വാട്ട് ഇസ് ദ 20th നമ്പർ? ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 20 പ്ലസ് ചെയ്യണം. 20th നമ്പർ ഏതാ ചോദിക്കുമ്പോൾ നമ്മൾ 20th നമ്പർ പ്ലസ് ചെയ്യണം. 20 നമ്പർ പ്ലസ് ചെയ്യണം. അപ്പോൾ 3 0 1 0 പ്ലസ് എന്ത് ചെയ്യണം? 20 ചെയ്ത് കൊടുക്കുക. ആൻഡ് ദ 20th നമ്പർ വിൽ ബി 0 3 0 3 3 0 3 0 ആയിരിക്കും. ആൻഡ് റൈറ്റ് ദ നമ്പർ ഫ്രം മൈജു ഹൂ ഇസ് 15th ഇൻ ദ ലൈൻ. 15th മൈജു ആണ് 15th. അപ്പം റൈറ്റ് ദ നമ്പർ ഇൻ മൈജു ഹൂ ഇസ് ഇൻ 15th ലൈൻ. സോ ഫസ്റ്റ് നിൽക്കുന്ന ആരാ? മിത്രയാണ്. മിത്രേൻ്റെ നമ്പർ എത്രയാണ്? 2 9 8 6 ആണ്. അങ്ങനെയാണ് മൈജു 15th ലൈനിൽ ഫൈനലിൽ 15ാമത്തെ ആളാണ്. സോ മൈജു നമ്പർ ചെയ്യണമെങ്കിൽ സാൻഡ്രേൻ്റെ നമ്പറിന് +15 ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കിട്ടും, മൈജുവിൻ്റെ നമ്പർ കിട്ടും. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഓക്കെ, അടുത്തത് ഇനി 5400 ഇത് നമുക്ക് എങ്ങനെ എഴുതാമെന്നുള്ളൊരു സംഭവമാണ്. 5432 3 10s and 2 1s. അതാണ് 5 4 3 2 നമ്മൾ എഴുതുന്നത്.
പിന്നെ അത് നമുക്ക് എങ്ങനെ എഴുതാം? 54 hundreds and 32 ones എന്ന് എഴുതാം. 5 4 3 tens and 2 ones എന്ന് എഴുതാം. 5 4 3 2 ones എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് എഴുതാം. അതേമാതിരി നമ്മൾ ബാക്കിയുള്ളതിനെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 82 hundreds എന്ന് എഴുതാം. 820 tens എന്ന് എഴുതാം. 820 ones എന്ന് എഴുതാം. അങ്ങനെ എഴുതാം. ഈ നമ്മൾ ഇവിടെ തന്ന ആൾക്കാർ നമ്മൾ എഴുതാം. 7104. അതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് 7,100 0 tens and 4 ones. ഇതാണ് ഫസ്റ്റത്തത് അല്ലേ? ഇനി നെക്സ്റ്റ് കേസിൽ എന്ത് ചെയ്യണം? 7,100 04 ones. ഇനി അടുത്ത എത്ര തൗസൻഡ്സ് ആണ്? അപ്പം 170,000 and 4 ones. ഓക്കെ, ഇവിടെ എങ്ങനെ എഴുതണം? 7,000 tens and 4. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ ആണോ? ഇനി റോമൻ നമ്പേഴ്സ് അല്ലേ? റോമൻ നമ്പേഴ്സ് നമ്മൾ ഓരോ നമ്പേഴ്സിനെ നമ്മൾ റോമൻ ഫോമാറ്റിൽ എഴുതും. അതാണിപ്പോൾ 1 നമ്മൾ ഇവിടെ നോക്കി ഇങ്ങനെ എഴുതുന്നത്, 2 ഇങ്ങനെ എഴുതും, 3 ഇങ്ങനെ എഴുതും, 4 ഇങ്ങനെ എഴുതും. ഇത് ജസ്റ്റ് നമുക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതാണ്. ഇൻ കേസ് ക്വസ്റ്റ്യൻ വന്നാലോ ഉള്ള കേസ് നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. 1 നമ്മൾ റോമൻ നമ്പർ ആക്കിയിട്ട് ഒരു വരടും, മേലെ 2 വരട ഐ മാതിരി എഴുതും. ആൻഡ് 2 എന്ന് പറയുമ്പോൾ 2 വരടണം, 2 ഐകൾ അല്ലേ? 2 ഐ മാതിരി എഴുതുക. ആൻഡ് 3 ഇങ്ങനെ, 3 വരുമ്പം ഇങ്ങനെ വരും. ആൻഡ് 5 വരുമ്പം ഇങ്ങനെ, 6 എന്ന് പറയുമ്പം ഇങ്ങനെ, 7 എന്ന് പറയുമ്പോൾ 2 വര, അങ്ങനെ 8 9 10 11 12. ജസ്റ്റ് ഇങ്ങനെ കുറേ നമ്പേഴ്സ് ഉണ്ട് കേട്ടോ. നമ്പേഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ട് വെക്കും. ഇത് ജസ്റ്റ് നമുക്കൊന്ന് അറിഞ്ഞു വെക്കാനുള്ള നോളേജാണ്. നോക്കി വെക്കാം, ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഈ ചാപ്റ്ററിന് എക്സ്പ്ലനേഷൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ഈ ചാപ്റ്റർ കുറച്ച് ടഫാണ്. നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരാനും കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. സോ അടുത്ത നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ താങ്ക് യു.